all, today we will continue with our remaining network devices such as switch, router and gateways. In the previous class we discussed about repeater, hub and bridge. Okay, so repeater എന്ന് പറയുമ്പോൾ ബ്രിഡ്ജ് എന്ന് പറയുമ്പം എന്താന്ന് നമ്മൾ പറഞ്ഞു, 2-port ഡിവൈസ് ആണ് എന്ന് പറഞ്ഞു. രണ്ട് ലാനുകൾ തമ്മിൽ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഫിൽട്ടറിങ്, അതായത് എ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഇയിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇയിലേക്ക് മാത്രമാണ്, ആ ഡെസ്റ്റിനേഷനിലേക്ക് മാത്രമാണ് ഡേറ്റ സെൻഡ് ചെയ്യുള്ളൂ, ബാക്കി ഡിവൈസസിലേക്കൊന്നും സെൻഡ് ആവുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? സ്വിച്ചാണ്. സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്? ബ്രിഡ്ജിൻ്റെ ഒരു അഡ്വാൻസ്ഡ് കാര്യമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചും ബ്രിഡ്ജും ഒക്കെ എവിടെ വരുന്നതാണ്? ഡേറ്റ ലിങ്കിൽ വരുന്നതാണ് ബ്രിഡ്ജും സ്വിച്ചും ഒക്കെ. ഓക്കെ, അപ്പം സ്വിച്ച് എന്താ പറയുന്നത്? സ്വിച്ച് ഇസ് എ മൾട്ടി പോർട്ട് ബ്രിഡ്ജാണ്. ഓക്കെ, അപ്പം ബ്രിഡ്ജിൽ എന്താ നമ്മൾ പറഞ്ഞത്? 2 പോർട്ടാണ് വരുന്നത്. ഇവിടെ എന്താ പറയുന്നത്? മൾട്ടി പോർട്ടാണ് വിത്ത് എ ബഫറാണ്. അതായത് നമ്മളെ ബ്രിഡ്ജിൽ ബഫറിങ് മെക്കാനിസം ഇല്ല. അപ്പം എ എന്ന് പറഞ്ഞ ഇതിനും ബി എന്ന് പറഞ്ഞ ഇപ്പം ഇവിടെ ഈ ഒരു ഇതിൽ എയും ബിയും, ഓക്കെ, എയും ബിയും ഇ എന്ന് പറഞ്ഞൊരു ഡിവൈസിൽ എക്ക് ഡേറ്റ അറ്റ് എ ടൈം സെൻഡ് ചെയ്യാണ്. അപ്പം സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബഫർ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഒരു സ്റ്റോറിങ്. അപ്പം ഇവിടെ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഫസ്റ്റ് എന്താണ് എയും ബിയും ഇയിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒരാൾക്ക് മാത്രമാണ് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യും? ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, ബീനെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. എ ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ബി സെൻഡ് ചെയ്യും. മനസ്സിലായല്ലോ? അതാണ് ബഫർ എന്ന് പറയുന്നത്. ആ ഒരു ബഫറിങ് മെക്കാനിസം എവിടെയില്ല? ബ്രിഡ്ജിലില്ല. പക്ഷേ സ്വിച്ചിൽ ബഫറിങ് ഉണ്ട്. ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ദെൻ ഇതിൽ കുറേ പോർട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എ ലാർജ് നമ്പർ ഓഫ് പോർട്സ് സ്വിച്ചിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് എന്താണ്? ലെസ് ട്രാഫിക് ആയിരിക്കും. ഇവിടെ ലെസ് ട്രാഫിക് ആയിരിക്കും. ഓക്കെ, ആൻഡ് പിന്നെന്താണ്? ഇത് ഹൈ പെർഫോമൻസും തരും, കാരണം മൾട്ടി പോർട്ടാണ്. A switch is a data link layer device which can perform error checking before forwarding data. That it makes very efficient as it does not forward packets that have errors and forward good packets selectively to correct port only. ഓക്കെ, അപ്പം സ്വിച്ചിന് വേറൊരു കേപ്പബിലിറ്റി ഉണ്ട്. എന്താണ് ആ കേപ്പബിലിറ്റി? എറർ ചെക്കിങ്. അപ്പം സ്വിച്ച് എന്ന് പറയുന്നത് മൾട്ടി പോർട്ടാണ്, ബഫറിങ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? അതിന് എറർ ചെക്കിങ് കേപ്പബിലിറ്റിയും കൂടെ ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബ്രിഡ്ജും സ്വിച്ചും. അപ്പം ബ്രിഡ്ജും സ്വിച്ചിലും എന്തൊക്കെയാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്? മറ്റേ ബ്രിഡ്ജിലാവുന്ന സമയത്ത് ഫ്യൂവർ ലാൻ എന്ന് പറഞ്ഞാൽ 2-port ലാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ സ്വിച്ച് ക്യാൻ കണക്റ്റഡ് ടു മോർ, അതായത് മൾട്ടി പോർട്ടാണ് നമ്മൾ സ്വിച്ചിൻ്റെ കേസിൽ പറഞ്ഞു. ബ്രിഡ്ജസ് ഡു നോട്ട് ഹാവ് ബഫേഴ്സ് നമ്മൾ പറഞ്ഞു, സ്വിച്ച് ഹാസ് ബഫേഴ്സ്. ദെൻ ടൈപ്സ് ഓഫ് ബ്രിഡ്ജസ്. ടൈപ്പ് ഓഫ് ബ്രിഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ബ്രിഡ്ജ്, മൾട്ടി പോർട്ട് ബ്രിഡ്ജ് ആൻഡ് ട്രാൻസ്പാരൻറ്റ് ബ്രിഡ്ജ്. ഓക്കെ, സിമ്പിൾ, മൾട്ടി പോർട്ട് ആൻഡ് ട്രാൻസ്പാരൻറ്റ് ബ്രിഡ്ജ്. അപ്പം സിമ്പിൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? 2 ലാനുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം 2 പോർട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ ഒരു സിമ്പിൾ ബ്രിഡ്ജ് ആവുന്ന സമയത്ത് ഇതൊരു ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ എന്തുണ്ടായിരിക്കും? സോഴ്സിൻ്റെയും ഈ 2 നെറ്റ്വർക്കിൻ്റെയും എന്തുണ്ടായിരിക്കും? അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതായത് ഇതിൽ ഈ ഒരു ലാനിൽ ഏതൊക്കെ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഏതൊക്കെ ഡിവൈസസ് കണക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒക്കെ എല്ലാ അഡ്രസ്സും ആര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും? ഈ ഒരു ടേബിളിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് സോഴ്സ് വരുമ്പോൾ ഏത് ഡെസ്റ്റിനേഷനിലേക്ക് എന്നുള്ളതൊക്കെ എന്താണ് സ്വിച്ച് എടുക്കുന്നത്, ബ്രിഡ്ജ് എടുത്ത് ചെയ്യുന്നത്. അപ്പം കറക്റ്റ് ആ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ അത് പാസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എന്ത്? അപ്പം അടുത്തത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ത്? മൾട്ടി പോർട്ട് ബ്രിഡ്ജ് ആൻഡ് ട്രാൻസ്പാരൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ടിലും ഇപ്പം നമ്മൾ പറഞ്ഞു മൾട്ടി പോർട്ടിന് നമ്മൾ സ്വിച്ച് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്പം ഇതെന്ന് പറയുന്നത് ഈ മൾട്ടി പോർട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഏകദേശം സ്വിച്ച് പോലെയാണ്, പക്ഷേ ഇത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. നമ്മൾ ഈ സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്? പെർട്ടിക്കുലർ
ഹാർഡ്വെയർ ബേസ്ഡ് ആണ്. അതായത് ഇത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പോലെ ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ എന്താണ് CPU ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഇവിടെ നമ്മൾ CPU ഇൻഡിപെൻഡൻ്റ് ആണ്, ഇവിടെ CPU ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെ മൾട്ടിപോർട്ട് ബ്രിഡ്ജിൽ പറയുന്ന മൾട്ടിപോർട്ട് ബ്രിഡ്ജും ട്രാൻസ്പാരൻറ്റ് ബ്രിഡ്ജും എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഈ ഡിവൈസ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഡിവൈസാണ്. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, അത് കറക്റ്റ് ഓർത്തിരിക്കുക. ബ്രിഡ്ജിൽ ഉള്ള മൾട്ടിപോർട്ട് ബ്രിഡ്ജും ട്രാൻസ്പാരൻറ്റ് ബ്രിഡ്ജും എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. പിന്നെ ട്രാൻസ്പാരൻറ്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപോർട്ട് തന്നെയാണ്, പക്ഷേ അവിടെ എന്താണ് വയർലെസ് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് കോൺഫിഗറേഷനാണ് അവിടെ നടക്കുന്നത് ട്രാൻസ്പാരൻറ്റ് ബ്രിഡ്ജിൽ. അടുത്തെന്ന് പറയുന്നത് എന്താ, വേറെ ഒന്ന് സ്വിച്ചിൽ ഇപ്പം ബ്രിഡ്ജിൽ സിമ്പിൾ മൾട്ടിപോർട്ട് ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ സ്വിച്ചിൽ ഏതൊക്കെയാണ് സ്റ്റോർ ആൻഡ് ഫോർവേഡും പിന്നെ എന്താണ് കട്ട് ആൻഡ് സ്റ്റോർ ആൻഡ് ഫോർവേഡും കട്ട് ത്രൂ സ്വിച്ചുമാണ് രണ്ടെണ്ണം. ഓക്കെ, അപ്പം എന്താണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പ്രോട്ടോകോൾ ഡേറ്റ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഫിസിക്കൽ ലെയർ ആകുമ്പം എന്താണ് ബിറ്റ്സ് ആണ്, ഡേറ്റ ലിങ്ക് ലെയർ ആകുമ്പം ഫ്രെയിംസ് ആണ്. അപ്പം ഡേറ്റ സെൻഡ് ചെയ്യുന്നത് എന്തായിട്ടാണ്, ഫ്രെയിംസ് ആയിട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പം ഈ സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു സോഴ്സ് ഒരു എന്താണ് സോഴ്സ് എന്നുള്ള ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, എല്ലാ ഫ്രെയിംസും എത്തിക്കഴിഞ്ഞാൽ മാത്രം എന്താണ് മാത്രമാണ് അത് ഡെസ്റ്റിനേഷനിലേക്ക് എന്ത് ചെയ്യുള്ളൂ, ഫോർവേഡ് ചെയ്യുള്ളൂ. അതായത് അതൊരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഫ്രെയിംസൊക്കെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ ആ എല്ലാം എന്താണ് എല്ലാ ഫ്രെയിംസും കറക്റ്റ് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അത് ആ ഒരു ഡേറ്റ എങ്ങോട്ട് സെൻഡ് ചെയ്യുള്ളൂ, ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുള്ളൂ. ആ ഒരു ഫ്രെയിം ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ CRC നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. CRC എന്ന് പറഞ്ഞ സംഭവം സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം എറർ ഡിറ്റക്ട് ചെയ്ത് CRC സൈക്ലിക് റിഡൻഡൻസി ചെക്ക് ചെയ്യും. അതായത് എറർ ഉണ്ടെങ്കിൽ അത് ഡെസ്റ്റിനേഷനിലേക്ക് ഫോർവേഡ് ചെയ്യില്ല, ഇല്ലെങ്കിൽ എന്താണ് ഫ്രെയിംസ് ഫോർവേഡ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റോർ ആൻഡ് ഫോർവേഡ് സ്വിച്ച് വിൽ വെയിറ്റ് അണ്ടിൽ എൻറ്റയർ ഫ്രെയിംസ് ഹാസ് അറൈവ്ഡ് പ്രയർ ടു ഫോർവേഡ് ഇറ്റ്. ദിസ് മെത്തേഡ് സ്റ്റോർസ് ദി എൻറ്റയർ ഫ്രെയിംസ് ഇൻ മെമ്മറി. വൺസ് ദി frames in memory, this will check the destination address, source address and the CRC. If no errors are present, the frame forward to appropriate destination. Okay, then next cut through എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊരു വെയിറ്റിംഗ് മെക്കാനിസം ഇല്ല. എല്ലാ ഫ്രെയിംസും എത്തുന്നത് വരെ അത് വെയിറ്റ് ചെയ്യില്ല. ഒരു ഫ്രെയിം എത്തിക്കഴിഞ്ഞാൽ എന്തുതന്നെയാണ് അപ്പം തന്നെ അത് എങ്ങോട്ട് ഡെസ്റ്റിനേഷനിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ എന്താണ് അങ്ങനെ സ്റ്റോർ ആൻഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ സ്ലോ പ്രോസസ്സാണ്. കട്ട് ത്രൂ എന്ന് പറയുന്നത് അപ്പം തന്നെ പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് സ്പീഡാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ഡാറ്റയും എന്താണ് ട്രാൻസ്ഫർ ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ രണ്ട് മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്, സ്വിച്ച് യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രിഡ്ജിൽ ഇങ്ങനെ ഒരു എറർ ചെക്കിംഗ് മെക്കാനിസം ഇല്ല. അതേസമയം എവിടെയുണ്ട്, സ്വിച്ചിൽ ഇങ്ങനെ ഒരു എറർ ചെക്കിംഗ് മെക്കാനിസം ഉണ്ട്. നെക്സ്റ്റ് വരുന്ന ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്, റൗട്ടർ എന്ന് പറയുന്നത്. റൗട്ടർ ഏത് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ലെയറിൽ വർക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, റൗട്ടർ എന്ന് പറയുന്നത്. അപ്പം നെറ്റ്വർക്ക് ലെയറിൽ എങ്ങനെയാണ് ഡേറ്റ പാസ് ചെയ്യുന്നത്, പാക്കറ്റായിട്ടാണ്. എ റൗട്ടർ ഈസ് എ നെറ്റ്വർക്ക് ഡിവൈസ് ദാറ്റ് ഫോർവേഡ്സ് ഡേറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, റൗട്ടർ യൂസ് ചെയ്യുന്നത് മെയിൻ പർപ്പസ് എന്താണ്, ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്, റൗട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, റൗട്ടർ എന്ന് പറയുന്നത് ലാന് കണക്ട് ചെയ്യാനും ലാനിലും യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് റൗട്ടറിൻ്റെ മെയിൻ പർപ്പസ് അത് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുക. കുറേ നെറ്റ്വർക്ക് സെഗ്മെൻറ്റ്സ് തമ്മിൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് പോവാം. ഓക്കെ,
A router is a network device that forwards data packets between computer networks. Data sent through the internet, such as web page or email, is in the form of data packets. A packet is typically forwarded from one router to another router through the networks that constitute the internetwork until it reaches the destination node. A router examines the destination IP address of a given data packet and it uses the headers and forwarding tables to decide the best way to transfer the പാക്കറ്റ്സ്. അതായത് ഇപ്പം നമ്മൾ ബ്രിഡ്ജസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, റൗട്ടറിലും എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ റൗട്ടറിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഏതാണ് ഷോർട്ടസ്റ്റ് പാത്ത്, ഏതാണ് അത്, ഇപ്പം ആ ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്ന പാത്തിൽ ട്രാഫിക് ഉണ്ടോ, അങ്ങനെ ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ് എന്തെന്ന് പറയുന്നത് ഈ റൗട്ടർ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പം ഏതൊക്കെയാണ് നൈബറിങ് ഡിവൈസസ് ഏതൊക്കെയാണ് വരുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടാവും, റൗട്ടറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് അത് ഡേറ്റ എന്ത് ചെയ്യുന്നത്, ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റൗട്ടേഴ്സിൽ വരുന്നതാണ് എന്താണ് റൗട്ടേഴ്സ്. പോപ്പുലർ കമ്പനീസ് ദാറ്റ് ഡെവലപ്പ് റൗട്ടേഴ്സ് ആണ് ഏതൊക്കെയാണ്, സിസ്കോ, ഡി-ലിങ്ക്, അങ്ങനെയൊക്കെ പറയുന്നത് കമ്പനീസ്. അപ്പം റൗട്ടറിൻ്റെ ചില ഫീച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. റൗട്ടർ ഈസ് യൂസ്ഡ് ഇൻ LAN ആൻഡ് WAN. It shares information with other routers in networking. It uses the routing protocol. Routing protocol എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പഠിച്ചില്ലേ, TCP/IP, to transfer the data across the network. It is more expensive than other networking devices like switches and hubs. Okay. It is also known as intelligent device and as it can calculate the best route to pass the network packets from source to the destination automatically. Last one is the gateway. Gateway എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ലെയറിലും ആപ്ലിക്കേഷൻ ലെയറിലും വർക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഗേറ്റ്വേ എന്ന് പറയുന്നത്. അപ്പം ഗേറ്റ് വേയും റൗട്ടറിനെ പോലെ തന്നെയാണ് നമ്മൾ ആരും വർക്ക് ചെയ്യുന്നത്. ഗേറ്റ് വേ ഇൻ്റർനെറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആരും യൂസ് ചെയ്യുന്നത്, ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുന്നതോ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, റൗട്ടർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുന്നത് സെയിം പ്രോട്ടോക്കോൾ ആയിരിക്കണം. സെയിം പ്രോട്ടോക്കോൾ ആണെങ്കിൽ അതിന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഗേറ്റ് വേ എന്ന് പറയുന്ന സമയത്ത് ഡിഫറെൻറ്റ്, അതായത് ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ആയിരിക്കണം എന്നില്ല വേറൊരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് ഉള്ള നെറ്റ്വർക്ക് തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ആര് യൂസ് ചെയ്യുന്നത്, ഗേറ്റ് വേസ് യൂസ് ചെയ്യുന്നത്. Okay, a gateway is basically a device that is used for the communication among the networks which have a different set of protocols and is responsible for the conversion of one protocol into another. Okay, അപ്പം ഇത് ഈ ഗേറ്റ് വേ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ ആണെങ്കിലും അതിനെ നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രോട്ടോക്കോളിലേക്ക്. അതേത് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ റൗട്ടറിന് അത് പോസിബിൾ അല്ല. റൗട്ടർ എന്തായിരിക്കും, സെയിം പ്രോട്ടോക്കോൾ ആണെങ്കിൽ മാത്രമാണ് അതിന് ചെയ്യാൻ പറ്റുള്ളൂ. For any kind of workplace, the gateway is computer system which is responsible for routing the traffic from the main workstation to the outside network. അപ്പോൾ അതാണ് ഈ ഒരു എന്താണ് ഗേറ്റ് വേയും റൗട്ടറും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അത് ഓർത്ത് വയ്ക്കുക, ആ ഒരു വേർഡ് ഓർത്ത് വയ്ക്കുക, ആ ഒരു വേർഡല്ല സോറി ആ ഒരു ടേം ഓർത്ത് വയ്ക്കുക, പ്രോട്ടോക്കോൾ. റൗട്ടർ യൂസ് ചെയ്യുന്നത് സെയിം പ്രോട്ടോക്കോളുള്ള നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്യാനും, ഗേറ്റ് വേ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അൽഗോരിതംസ്, റൗട്ടിംഗ് അൽഗോരിതംസ് നോക്കാം. ഓക്കെ.